ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു ശക്തമായ പ്രവചനമാണ് നാം വായിച്ചു കേട്ടത്. അതിനകത്തൊരു ഭാഗം പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അഹങ്കാരികളും ദുഷ്ടന്മാരും. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ചിലരുടെയൊക്കെ യാത്ര കാണുമ്പോൾ അവർ തന്നെ ഹൃദയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും എന്ന് പോലും ഓർക്കാതെ അവരെല്ലാം ഇപ്പോഴും ഈ ഭൂമിയിൽ തന്നെ കാണും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവ് ധനവാനെയും ലാസറിനെയും കുറിച്ച് പറയുന്നുണ്ട്. ധനവാൻ ഒരു പക്ഷേ തൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചിരിക്കും, എന്നും ഇവിടെ തന്നെ കാണും. പക്ഷെ തെറ്റിപ്പോയി. തൻ്റെ വിചാരങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും കൂട്ടിവെച്ചതും എല്ലാം തെറ്റിപ്പോയി. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി ഒരു ദിവസം ധനവാൻ ഇവിടെ വിട്ട് മാറ്റപ്പെട്ടു. ലാസറും അതുപോലെ തന്നെ ഇവിടെ വിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ അവർക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഭൂമിയിൽ ചെലവഴിച്ചതിൻ്റെ റിസൾട്ട്, ഒരു പ്രതിഫലം അവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയത് വൈകിപ്പോയി. പ്രിയരെ, മലാഖി പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നത്, ചിലരൊക്കെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ എന്നും ഇങ്ങനെ പോകാമെന്നാണ്. ഒരിക്കലുമല്ല. വചനം പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകലത്തെ ദൈവം തകർക്കും. ദൈവഹിതമില്ലാത്ത, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സഞ്ചരിക്കാത്ത, നിത്യരാജ്യമെന്ന ഒരു ദർശനം ലവലേശമില്ലാത്ത ഒരു വ്യക്തി പോലും ശേഷിക്കാതെ, അവിടെ പറയുന്നു വേരും കൊമ്പും ശേഷിക്കാതെ, ഒരിക്കലും ആ വ്യക്തി പിന്നെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അതുപോലെ ചിലര് മാറ്റപ്പെടും, ചിലരെ പിന്നെ കാണാൻ പറ്റത്തില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ വരുന്ന ചില അഹങ്കാരങ്ങൾ, ചില ദുഷ്ടചിന്തകൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ വചനം പറയുകയാണ്, ഓർക്കുക, നിലനിൽക്കുന്ന ഒരു നിത്യരാജ്യമുണ്ട്. നിലനിൽക്കാത്ത ഈ ഭൂമിയിൽ ധനവാൻ സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കാതെ ഉയരത്തിലുള്ളത് പ്രതീക്ഷിച്ച്, ഉയരത്തിൽ എനിക്ക് നല്ലതുണ്ട്, നന്മയുണ്ട് എന്ന് പറഞ്ഞ് ഭൂമിയിൽ താഴ്മ ധരിച്ചും എളിമ ധരിച്ചും ദീർഘക്ഷമയോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.